ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഗൗസിയ റാത്തീബിന്റെ വരികളാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാദിരിയ തരീഖത്തിന്റെ കാമിലായ ദിക്ർ ഇതുവരെ ലഭിക്കാത്തവർ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന ഖലീഫമാരിൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. ഖാദിരിയത്തിന്റെ ദിക്ർ ലഭിച്ചവർ ഗൗസിയ റാത്തീബിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക എന്നൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മുകളിൽ ജലീൽ എന്ന ഇസ്മിന്റെ വിശദീകരണമാണ് നാം പറഞ്ഞത്. 41-ാമത്തെ ഇസ്മ. അതിനുശേഷം ഗൗസിയ റാത്തീബിൽ ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉണ്ട്. 11 പ്രാവശ്യം ചെല്ലണം. നേരത്തെ നാം സൂചിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് ലാ മഖ്സൂദ ഇല്ലല്ലാ ഇല്ലല്ലാ എന്നത്. അഥവാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ഒരു മഖ്സൂദില്ല. ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിയ ഒരു മഹാനാണ് ലാ മഖ്സൂദ ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നൽകുന്ന ആൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലാ മഅബൂദ ഇല്ലല്ലാ ഇല്ലല്ലാ എന്നുള്ളത് ഇൽമുൽ യഖീനാണ്. ലാ മത്ലൂബ ഇല്ലല്ലാ ഇല്ലല്ലാ എന്നുള്ളത് ഐനുൽ യഖീനാണ്. ലാ മഖ്സൂദ ഇല്ലല്ലാ ഇല്ലല്ലാ എന്നുള്ളത് ഹഖുൽ യഖീനാണ്. മൂന്നും 3 ഘട്ടത്തിലെ ദിക്റാണ്. മൂന്നും ലാ ഇലാഹ ഇല്ലല്ലയുടെ 3 ഘട്ടങ്ങളിലുള്ള അർത്ഥങ്ങളാണ്. ആ പരിശുദ്ധമായ ഇസ്മ ഖാദിരിയ തരീഖത്തിലെ പ്രധാനമായ ദിക്റുകളാണ് ഇതെല്ലാം. ആ പരിശുദ്ധമായ ദിക്ർ, ആ ദിക്റിന് ശേഷം ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ലാഹിർ എന്ന ഇസ്മ പറയുന്നുണ്ട്. ലാഹിർ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. ആവർത്തിച്ചു വന്ന ഒരു ഇസ്മാണ് ലാഹിർ. അതുകൊണ്ട് തന്നെ ലാഹിർ എന്ന ഇസ്മിനെ ഇവിടെ വേറെ പ്രത്യേകമായി എണ്ണുന്നില്ല. നേരത്തെ നാം അതിൻ്റെ വിശദീകരണം പറഞ്ഞതാണ്. ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് വാളിഹ്. വാളിഹ് എന്ന ഇസ്മിന്റെ അർത്ഥം ലാഹിർ എന്ന് തന്നെയാണ്. വാളിഹ് വ്യക്തമാക്കുന്ന ആള്, വ്യക്തമായ ആള്. ഗൗസുൽ ആലങ്ങൾ പാപ്പ സൂര്യനെ പോലെ വ്യക്തമാണ്. ഗൗസുൽ ആലങ്ങൾ പാപ്പ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പ ഈ ലോകത്തിന് സൂര്യനെ പോലെ വ്യക്തമായതുപോലെ വ്യക്തമാണ് ഗൗസുൽ ആലങ്ങൾ പാപ്പ. ആ കാര്യം വളരെ വ്യക്തമാണ്. നാം നേരത്തെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വാളിഹ് വ്യക്തമായ ആൾ. ഉപ്പാപ്പയുടെ 43-ാമത്തെ ഇസ്മായിട്ട് ഗൗസിയ റാത്തീബിൽ എണ്ണിയത് സായിദുൻ എന്നാണ്. സായിദുൻ എന്ന ഇസ്മിന്റെ അർത്ഥം അധികരിച്ച ആൾ. സൂറത്ത് യൂനുസിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. നന്മ ചെയ്തവർക്ക് ഏറ്റവും വലിയ നന്മയുണ്ട്, വസിയാദ കൂടുതലും ഉണ്ട്. ഇതിനർത്ഥം ലിഖാഉള്ള എന്നാണ്. നന്മ ചെയ്തവർക്ക് ഏറ്റവും വലിയ നന്മ എന്താ? സ്വർഗമുണ്ട്. സ്വർഗം പ്ലസ് സ്വർഗത്തിന് മുകളിലുള്ള കാര്യം എന്താ? അത് അള്ളാഹുവിനെ കാണലാണ്. അതാണ് അവിടുത്തെ സിയാദ. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ അവരുദ്ദേശിച്ചതെല്ലാം ഉണ്ട്.
വലദൈന മസീദ്, നമ്മുടെ അടുത്ത് കൂടുതലുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ലിഖാ ഉള്ളയാണ്, അള്ളാഹുവിനെ കാണലാണ്. ആ അർത്ഥത്തിലാണ് സായിദ് എന്ന പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം. അധികരിച്ച ആൾ അഥവാ അള്ളാഹുവിന്റെ തിരുദർശനം തന്റെ മുരീദിന് സാധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ. സായിദ് അധികരിച്ച ആൾ, ഒരുപാട് നന്മ അധികരിച്ച ആൾ, ഒരുപാട് ശ്രേഷ്ഠത അധികരിച്ച ആൾ, ഒരുപാട് മഹത്വം അധികരിച്ച ആൾ എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ അതിന്റെ വിശദീകരണം അവസാനിക്കുന്നതല്ല. ഉപ്പാപ്പയുടെ 44-ാമത്തെ ഇസ്മായ ഔസിയ റാത്തീബിൽ എണ്ണിയത് കരീം എന്നാണ്. കരീം എന്ന പരിശുദ്ധമായ ഇസ്മ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണ് കരീം. അതേ ഇസ്മ ഗൗസുൽ ആലം തങ്ങൾ പാപ്പാക്കും ഉണ്ട്. കരീം എന്ന ഇസ്മിന്റെ അർത്ഥം ഔദാര്യവാൻ എന്നാണ് കരീമിനർത്ഥം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഇസ്മുണ്ട് ജവാദ്. ജവാദിനർത്ഥവും ഔദാര്യവാൻ എന്ന് തന്നെയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൽ ഫർഖു ബൈനൽ ജൂദി വൽ കറം. ജൂദിന്റെയും കറമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? അഥവാ ജവാദ് എന്ന ഇസ്മിന്റെയും കരീം എന്ന ഇസ്മിന്റെയും തമ്മിലുള്ള ഇടയിലുള്ള വ്യത്യാസം എന്ത്? ഇന്നൽ ജവാദ് ഹുവല്ലദീ യുഅതി മഅ സുആൽ. ജവാദ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നൽകുന്ന ആൾ എന്നാണ്. വൽ കരീം ഹുവല്ലദീ യുഅതി മിൻ ഗൈരി സുആൽ. ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞു നൽകുന്ന ആൾ എന്നാണ് കരീമിനർത്ഥം. അപ്പൊ ജവാദിനേക്കാൾ +1 ഒന്നുകൂടി മുകളിലുള്ള വലിയ വിശാലമായ അർത്ഥം വരുന്നതാണ് കരീം. അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹു നൽകും, എന്നാൽ ചിലതൊക്കെ അള്ളാഹു ചോദിക്കാതെ തന്നെ നൽകും. ഗൗസുൽ ആലം ഉപ്പാപ്പ അവിടുത്തെ മുരീദുമാർക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവർ ചോദിച്ചാൽ ഉപ്പാപ്പ നൽകുന്നതുണ്ട്, ചോദിക്കാതെ തന്നെ ഓശാരമായി നൽകുന്നതും ഉണ്ട്. അപ്പൊ കരീമിനർത്ഥം ഔദാര്യവാൻ, ചോദിക്കാതെ നൽകുന്ന ആൾ എന്ന് അർത്ഥം. ഉപ്പാപ്പയുടെ 45-ാമത്തെ ഇസ്മാണ് സ്വാഹിബ്. സ്വാഹിബിനർത്ഥം കൂട്ടുകാരൻ, അള്ളാഹുവിൻ്റെ ആള്, സഹചാരി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് സാഹിബുർ റസൂൽ. അള്ളാഹു പറയുകയാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയിൽ, റസൂലുള്ള തന്റെ ഇത് യഖൂലു ലി സ്വാഹിബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പ തന്റെ സാഹിബായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഹിബാണ്, സഹചാരിയാണ്, കൂട്ടുകാരനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പയുടെ സഹചാരിയാണ്, കൂട്ടുകാരനാണ്. ഗൗസുൽ ആലം തങ്ങളുടെ പാപ്പ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹചാരിയാണ്, കൂട്ടുകാരനാണ്. ഗൗസുൽ ആലം തങ്ങളുടെ പാപ്പയുടെ മുരീദുമാരുടെ എല്ലാം കാര്യം ഗൗസുൽ ആലം തങ്ങളുടെ പാപ്പ ഏറ്റെടുത്തിരിക്കുന്നു. ഉപ്പാപ്പയുടെ 46-ാമത്തെ ഇസ്മ മനാസ്. മനാസ് എന്നതിന് അർത്ഥം മൽജ അഥവാ അഭയസ്ഥാനം. മനാസിനർത്ഥം അഭയസ്ഥാനം എന്നാണ്. വലാത്തഹീന മനാസ്, സൂറത്ത് സ്വാദിൽ കാണാം. മനാസ് അഭയസ്ഥാനമാണ്. എല്ലാവരും അഭയം തേടുന്ന ഇടമാണ് ഗൗസുൽ ആലം തങ്ങൾ പാപ്പ ഫിദ്ദുനിയ വൽ ആഖിറ. ഗൗസുൽ ആലം തങ്ങൾ പാപ്പ എന്ന അഭയസ്ഥാനത്തേക്ക് നാം ഈ ലോകത്ത് അഭയം പ്രാപിച്ചാൽ പിന്നീട് ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും ഒരിടത്തും നമുക്ക് ഒരാളെയും ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ സംരക്ഷണം ഗൗസുൽ ആലം തങ്ങൾ പാപ്പ ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
ഖാദിരിയത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലേക്ക് കടന്നു വന്ന് ഗൗസുൽ ആലങ്ങൾ പാപ്പയിൽ അഭയം പ്രാപിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ നാമമാണ് സാഹിദ്. 47-ാമത്തെ ഇസ്മാണ്. സാഹിദിന്റെ അർത്ഥം പരിത്യാഗി അഥവാ ദുനിയാവ് ഒഴിവാക്കിയ ആൾ. വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖ്ദുൻ ലഹു തഖു അഖല എന്ന അദ്കിയായിൽ കാണാം. നീ ദുനിയാവിൽ ത്യാഗിയാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സ്വത്തിനോടുള്ള ബന്ധം ഒഴിവാക്കുക എന്ന്. സ്വത്ത് ഒഴിവാക്കലല്ല, സ്വത്തിനോടുള്ള ബന്ധം ഒഴിവാക്കലാണ് സുഹദ്. എന്നാൽ നീ വളരെ ബുദ്ധിമാനാകുമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയായിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സുഹദിൽ നിന്നാണ് സാഹിദ് എന്ന പരിശുദ്ധമായ ഇസ്മ വന്നത്. ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് സാഹിദ്. എല്ലാം വളരെ വ്യക്തമാണ്. പാപ്പ എല്ലാം ഒഴിവാക്കി അള്ളാഹുവിൻ്റെ വഴിയിൽ എല്ലാം ത്യജിച്ച ഒഴിവാക്കിയ മഹാനാണ്. ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് മുഹദ്ദബ്. 48-ാമത്തെ ഇസ്മാണ് മുഹദ്ദബ്. മുഹദ്ദബിന്റെ അർത്ഥം മുഅദ്ദബ്. മുഅദ്ദബ് എന്ന് പറഞ്ഞാൽ അദബുള്ള ആൾ, സംസ്കരിക്കപ്പെട്ട ആൾ. മൻ കാനത അഖ്ലാഖുഹു നഖിയ്യ, സ്വഭാവം ശുദ്ധമായ ആൾ, സംസ്കരിക്കപ്പെട്ട ആൾ എന്നാണ് മുഹദ്ദബിന്റെ അർത്ഥം. ഉപ്പാപ്പ എല്ലാ അർത്ഥത്തിലും സംസ്കരിക്കപ്പെട്ട ആള് ആണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഇല്ല തന്നെ. അപ്പം മുഹദ്ദബിനർത്ഥം സംസ്കരിക്കപ്പെട്ട ആള്. ഉപ്പാപ്പയുടെ 49-ാമത്തെ ഇസ്മാണ് സാജിദ്. സാജിദിനർത്ഥം സുജൂദ് ചെയ്യുന്ന ആൾ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. സൂറത്തുൽ ഹിജ്ർ. നിങ്ങൾ സാജിദീങ്ങൾപ്പെട്ട ആളാവുക. സാജിദ് സുജൂദ് ചെയ്യുന്ന ആൾ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല തന്നെ. സൊഫിയുൻ. ഉപ്പാപ്പയുടെ 50-ാമത്തെ ഇസ്മാണ് സൊഫിയ്. സൊഫീന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മുസ്തഫ അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട ആൾ. ഇന്നല്ലാഹു അസ്തഫ ആദമ, അള്ളാഹു ആദം നബിയെ തെരഞ്ഞെടുത്തു. ആദം സൊഫിയുല്ലാഹ്, അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ് ആദം നബി. ഒരർത്ഥം. സൊഫീന്റെ രണ്ടാമത്തെ അർത്ഥം അൽ ഖാലിസു സ്വാഫി, പരിശുദ്ധൻ, ശുദ്ധൻ, ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ആൾ. രണ്ടർത്ഥത്തിലും സൊഫി വളരെ വ്യക്തമാണ്. ഗൗസുൽ ആലങ്ങൾ പാപ്പ ഉപ്പാപ്പയെ അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ്. ഉപ്പാപ്പ പരിശുദ്ധനാണ്, പരമശുദ്ധനാണ് എല്ലാ അർത്ഥത്തിലും. അതാണ് ഉപ്പാപ്പയുടെ 50-ാമത്തെ ഇസ്മ. ഉപ്പാപ്പയുടെ 51-ാമത്തെ ഇസ്മ ഖായിം. ഖായിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൽക്കുന്ന ആൾ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അല്ലാഹു സാക്ഷി, മലക്കുകൾ സാക്ഷി, എല്ലാ പണ്ഡിതന്മാരും സാക്ഷി, അറിവുള്ളവരൊക്കെ സാക്ഷിയാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, നീതി കൊണ്ട് നിൽക്കുന്നവനായി എന്ന് സൂറത്തു ആല ഇംറാനിൽ കാണാം. ആയത്ത് വിശദീകരിക്കുന്നില്ല. ഏതായാലും അതിലുള്ള ഖായിം, നിൽക്കുന്ന ആൾ. ഗൗസുൽ ആലങ്ങൾ പാപ്പ നീതി കൊണ്ട് നിൽക്കുന്ന ആളാണ്. വഖൂമു ലില്ലാഹി ഖാനിതീൻ. മറ്റൊരായത്ത് സൂറത്തുൽ ബഖറയിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിന് ഭയഭക്തിയോട് കൂടെ നിൽക്കുക. അള്ളാഹുവിന് മുമ്പിൽ ഭയഭക്തിയോട് കൂടെ നിൽക്കുക. ആ അർത്ഥത്തിലും ഗൗസുൽ ആലങ്ങൾ പാപ്പ നിന്നിരിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിലായി നിന്ന് അള്ളാഹുവിലായി ജീവിച്ചവരാണ് ഗൗസുൽ ആലം തങ്ങൾ പാപ്പ. ഖായിം, നിൽക്കുന്ന ആൾ. ഖായിമും ബിദ്ദീൻ, ഖായിമും ബിദിക്രില്ല, അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തിയ ആൾ, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് ജീവിച്ച ആൾ എന്നെല്ലാം ഖായിമിന് അർത്ഥമുണ്ട്.
ഉപ്പാപ്പയുടെ 52-ാമത്തെ ഇസ്മാണ് സുൽത്താൻ. സുൽത്താൻ അധികാരി, രാജാവ്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തതാണ്. സുൽത്താൻ, രാജാവ്. ഈ സുൽത്താനൻ നസീറ എന്ന് ഇസ്രായേലുള്ള ഈ ആയത്ത് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ പറ്റി പറഞ്ഞതാണ് എന്ന് ചില മഹാന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മശായിഖുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കേൾക്കേണ്ട തഫ്സീറാണ്. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ രാജാവാണ്, ഫിദ്ദുനിയ വൽ ആഖിറ. ഗൗസുൽ ആലം ഉപ്പാപ്പ പരമാധികാരിയാണ്. ഉപ്പാപ്പയുടെ പരമമായ അധികാരങ്ങൾ അതെല്ലാം നാം മുമ്പ് പല ക്ലാസ്സുകൾ വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇനി ഈ 6 വരികൾ നമുക്ക് ഒന്നിച്ച് പാടാം. ലാഹിറുൻ വാളിഹൻ യാ ശൈഖി മുഹ്യിദ്ദീൻ സായിദുൻ കരീമുൻ അൻകും റളിയല്ലാഹ് صاحب مناص يا شيخي محي الدين زاهد مهذب عنكم رضي الله ساجد صفي يا شيخي محي الدين قائم سلطان عنكم رضي الله الله جل الله جل جلال الله حصل مرادنا عنه رضي الله. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാ നിങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.